സാധ്യതയുണ്ടോ? അന്വേഷിക്കുക ആദ്യം. കുത്തിത്തിരിപ്പുണ്ടാക്കാതെ ആദ്യം അത് അന്വേഷിക്കുക, അതിനുള്ള നിയമം ഉണ്ടോന്ന്. അല്ല, അത് അന്വേഷിക്കൂ. നിങ്ങൾ അതിന് സാധ്യതയുണ്ടോന്ന് അന്വേഷിക്കൂ. ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ ഉണ്ടോ? ആദ്യം പോയി നിയമം പഠിക്കും. അല്ല, അങ്ങനെയില്ല. നമുക്കൊരു സഹായം വേണ്ട. സഹായം കേരളത്തിന് സഹായം വേണ്ടേ? സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? അതിനുള്ള കാര്യങ്ങൾ നടത്തും. സഹായം മാത്രമല്ല, ഇനി ഇതുണ്ടാവാതിരിക്കാനുള്ള, അതാണ് മുഖ്യം. അപ്പോൾ ഈ സമയവും കാലവും ഒക്കെ നോക്കിയിട്ട് വേണമല്ലേ ഒരു ദുരന്തം നടന്നാൽ സഹായിക്കാൻ. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് കേരളത്തിന് അടിയന്തരമായി ധനസഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്നാണ് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുന്നത്. രാവും പകലും മറന്ന ആളുകൾ സ്വന്തം ജീവൻ വരെ പണയം വെച്ചുകൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ജാതിയും മതവും രാഷ്ട്രീയവുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അകമഴിഞ്ഞ് സഹായിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു സാമ്പത്തിക സഹായം പോലും കേരളത്തിന് ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും വലിയ രണ്ടാമത്തെ ദുരന്തമാണ് വയനാട് സംഭവിച്ചത്. നിരവധി ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിലാണ്. ഒറ്റ രാത്രി കൊണ്ട് ഒട്ടനവധി മനുഷ്യർക്ക് നഷ്ടമായത് തന്റെ ഉറ്റവരെയാണ്. ഈ സമയത്താണ് സുരേഷ് ഗോപിയുടെ ഈ പരാമർശം എന്നോർക്കണം. സുരേഷ് ഗോപി വന്നാൽ ഇവിടെ മാറി മറിയും എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ എവിടെയാണാവോ? നാട് ഇത്രയും വലിയ ദുരിതം നേരിടുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് പോലും അറിയാത്ത ഒരു കേന്ദ്രമന്ത്രി. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് കേരളത്തിന് അടിയന്തരമായി ധനസഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്ന വിവാദ പരാമർശവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് മുന്നോട്ട് വന്നത്. ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത ശേഷം കേരളം സഹായം ആവശ്യപ്പെടട്ടെ എന്നാണ് സുരേഷ് ഗോപി പറയുകയുണ്ടായത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ച സുരേഷ് ഗോപി അതിനുള്ള നിയമമുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുകയുണ്ടായി. തുടർന്ന് ആദ്യം നിയമം പോയി പഠിക്കൂ എന്നും മാധ്യമ പ്രവർത്തകരോട് സുരേഷ് ഗോപി ദേഷ്യത്തോടെ പറഞ്ഞു. നിങ്ങൾ കൈരളിയാണോ എന്ന ചോദ്യം കൈരളി ന്യൂസ് റിപ്പോർട്ടറോട് ചോദിച്ച ശേഷമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ വിവാദ പരാമർശം. എന്റെ ഇടപെടൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നുമായിരുന്നു ദില്ലിയിൽ വെച്ച് സുരേഷ് ഗോപിയുടെ പ്രതികരണം. അതേസമയം വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തേടിയും കാണാതായവരെ അന്വേഷിച്ചും രക്ഷാദൌത്യം 5ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതുവരെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 340 NDRF, വ്യോമ നാവിക കരസേന, എയർഫോഴ്സ്, പോലീസ്, സന്നദ്ധ പ്രവർത്തകർ എന്നിവരെല്ലാം ഏകോപിപ്പിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. കൂടുതൽ വോളണ്ടിയർമാരെ ആവശ്യമുള്ളതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുമുണ്ട്. രക്ഷാദൌത്യം 5ാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും കാണാമറയത്ത് 206 പേർ അവശേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം 22 മൃതശരീരങ്ങളാണ് ലഭിച്ചത്. ഇവയ്ക്ക് പുറമെ ശരീരഭാഗങ്ങളും എത്തിയതായി രക്ഷാസേനാംഗങ്ങൾ പറഞ്ഞിരുന്നു. മലപ്പുറം ജില്ലയിൽ ചാലിയാർ പുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 67 മൃതദേഹങ്ങളും 121 ശരീരഭാഗങ്ങളും കണ്ടെടുത്തിരുന്നു. 6 മേഖലകളിലായിട്ടായിരിക്കും 5ാം ദിനം പരിശോധന നടത്തുക. മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാകും പ്രധാനമായും രക്ഷാദൌത്യം. ചാലിയാർ, നിലമ്പൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലും പരിശോധന ഊർജിതമാക്കും.